ഗൈസ്, ദുരന്തന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് പ്രൊപ്പഗണ്ടയാണേ എന്ന് പറഞ്ഞ ആളാണോ നിങ്ങൾ, അല്ലെങ്കിൽ പ്രൊപ്പഗണ്ടയാണെന്ന് പറഞ്ഞ് നടന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരോട് പറയണം സെക്കൻഡ് പാർട്ട് കളിക്കുന്ന തിയേറ്ററിന്റെ പരിസരത്തോടു കൂടി പോലും പോയേക്കരുത്. കാര്യം ഇതിനകത്ത് നിങ്ങളെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടുന്ന പരിപാടിയാണ് ഇതിന്റെ ഡയറക്ടർ കാണിച്ചു വെച്ചേക്കുന്നത്. സോ ബിവെയർ, ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി സെക്കൻഡ് പാർട്ട് ഇപ്പം എന്താ റിലീസായി, ഞാൻ പ്രിവ്യൂ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഇറങ്ങി ക്യാമറയുടെ ഫ്രണ്ട് ഇരിക്കുകയാണ്. പ്രിവ്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലേ വന്നോ, നിങ്ങൾ പ്രിവ്യൂ കാണാൻ പോയ തിയേറ്ററിൽ അങ്ങനെ വന്നെന്നുണ്ടെങ്കിൽ തിയേറ്ററിന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണം. ഞാൻ പോയ തിയേറ്ററിൽ എനിക്ക് 20 മിനിറ്റ് ഡിലേ വന്നു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പാരഡൈസിലാണ് പോയത്. അവരെന്തോ 4K ലൈസൻസ് ഇഷ്യൂ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. സോ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകേണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. ദുരന്തർ ഫസ്റ്റ് പാർട്ട് ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്, അതിൻ്റെ റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല. അന്ന് കണ്ടപ്പോൾ 3.5 മണിക്കൂറുള്ള പടമാണ്. ഒരു മിനിറ്റ് പോലും ബോറടിച്ചതുമില്ല. ഫുൾ പോസിറ്റീവ്സ് ആണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ആ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഇവിടെ കുറച്ച് നെഗറ്റീവ്സും കൂടി പറയാനുണ്ട്. അവിടെ ഇവിടെ മാത്രം, ബാക്കി മൊത്തം പോസിറ്റീവാണ് കേട്ടോ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം, സ്പോയിലർ ഇല്ലാതെ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് ഒരു രീതിയിലുള്ള കോട്ടവും തട്ടാത്ത രീതിയിൽ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ഹലോ സിനിഫയൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. ഗൈസ്, ഈ സിനിമയെ കുറിച്ച് പറയാൻ നേരത്ത് ആദ്യം ഇതിൻ്റെ ഡയറക്ഷൻ സൈഡിൽ തന്നെ പറഞ്ഞു തുടങ്ങണം. കാര്യം ആദിത്യദാർ വേറെ ലെവൽ. ഹാറ്റ്സ് ഓഫ് യു മാൻ. നിങ്ങൾ വേറെ ലെവലാണ്. നിങ്ങൾ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ഫിലിംസിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. മരണ വെയിറ്റിംഗ്. കാര്യം ഉറി സർജിക്കൽ സ്ട്രൈക്ക് നിങ്ങളെടുത്തു, ദുരന്തർ ഫസ്റ്റ് പാർട്ട് നിങ്ങളെടുത്തു, സെക്കൻഡ് പാർട്ട് നിങ്ങളെടുത്തു. എന്നെ നിങ്ങൾ ഞെട്ടിച്ചു. നിങ്ങളുടെ അട്ടർ ഫാൻ ബോയ് ആക്കി നിങ്ങൾ എന്നെ മാറ്റിയിട്ടുണ്ട്. കാര്യം ഫസ്റ്റ് പാർട്ട് ദുരന്തർ നമുക്കറിയാം, ഓരോ സെഗ്മെൻ്റ് ആയിട്ട്, ഓരോ സ്റ്റോറി ആയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന രീതി. അതിനകത്ത് കുറച്ച് ഫിക്ഷൻ, കുറച്ചധികം റിയാലിറ്റി. അതാണ് അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ടി നമുക്കറിയാം, കാണ്ടഹാറിൻ്റെ ഫ്ലൈറ്റ് ഹൈജാക്കിംഗ്, പാർലമെൻറ്റ് അറ്റാക്ക്, മുംബൈ ഭീകരാക്രമണം, ഇത് മൂന്നും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ കറാച്ചിയിലെ ലയാരിയിലെ കിങ് ആയിരുന്ന 2000 മുതൽ 2009 വരെ കിങ് ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കാം. റഹ്മാൻ ദക്കേത്, അങ്ങേര് റിയൽ ലൈഫ് ക്യാരക്ടറാണ്. അങ്ങേരെ എടുത്തിട്ടുണ്ട്. അങ്ങേരെ വേട്ടയാടിയ ചൗധരി അസ്ലം എന്ന് പറയുന്ന പോലീസുകാരൻ, നമ്മുടെ ആരായിരുന്നു വന്നത്, സഞ്ജു ബാബ, ആ പോലീസുകാരനെ എടുത്ത് ഇതിനകത്ത് ഒരു റിയൽ ലൈഫ് ഫിക്ഷൻ മിക്സ് ആയിരുന്നു. അതിനകത്ത് ദുരന്തർ ഫസ്റ്റ് പാർട്ടി നമ്മൾ കണ്ടത്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴും ആ ഒരു സെഗ്മെൻ്റായിട്ട് പോകുന്ന പരിപാടി, ആ ഒരു എപ്പിസോഡായിട്ട് പോകുന്ന പരിപാടി, ആ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, ആ ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണ്. അതിലൊരു രീതിയിലും ഒരു കോട്ടവും തറ്റാതെ നമ്മളെ ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതും 4 മണിക്കൂർ. ആദിത്യദാർ മാൻ വേറെ ലെവൽ. നിങ്ങൾ വേറെ ലെവലാണ് വെച്ചാനെ. അതിൽ പുള്ളി അന്തസ്സായിട്ട് വിജയിച്ചിട്ടുണ്ട്. ആ ഒരു സ്ക്രീൻ പ്ലേ ടോപ്പ്. ഇനി ഈ പടത്തിൽ എടുത്തു പറയേണ്ട നമ്പർ 2 ആയിട്ടുള്ള കാര്യം, രണ്ടാമത്തെ കാര്യം ഫൈറ്റാണ്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം വയലൻസ്. അതും കൂടി പറഞ്ഞിട്ടേ ഞാനിതിൻ്റെ സ്റ്റോറി ലൈനിലേക്ക് പോകത്തുള്ളൂ. കാര്യം ഒരു വയലൻസ് പടം എന്ന് പറയാൻ നേരത്ത് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്ന രീതിയിലാണ് ഇന്ത്യയിൽ ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് വരാൻ നേരത്ത് ഇന്ത്യയിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഈ എക്സ്ട്രീം തീപ്പാറുന്ന വയലൻസ് കയ്യും കാലിലൊന്നും ഒരു വിലയില്ലടെ, ഇങ്ങനെ ചെതറി പോവുകയാണ്. വിരലും വേണ്ട, കയ്യും വേണ്ട, തലയും വേണ്ട. കൈക്കും കാലിനല്ല, തലയ്ക്ക് പോലും ഒരു വിലയില്ലാത്ത പടം, ചുമ്മാ ചെത്തിക്കളയുക. അപ്പം അമ്മാതിരി രീതിയിൽ തീപ്പൊരു വയലൻസ്, ഒരു കോംപ്രമൈസും ഇല്ല. എക്സ്ട്രീം ആണ്. അതുകൊണ്ട് തന്നെ എന്ന് പറയുന്ന വയലൻസിൻ്റെ മറ്റേ എയുടെ പരിപാടി ഇതിനകത്തില്ല. ആ വയലൻസ് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ പോകരുത്. അങ്ങനെയുള്ളവർ മസ്റ്റായിട്ട് ഈ സിനിമ അവോയ്ഡ് ചെയ്യണം. ഇനി മൂന്നാമതായിട്ട് ഈ സിനിമയുടെ സ്റ്റോറി ലൈനിലേക്ക് വരികയാണ്. സ്റ്റോറി ലൈൻ പറയാൻ നേരത്ത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഈ നമ്മുടെ രൺവീർ സിംഗിൻ്റെ പഴയ കാലഘട്ടം കാണിച്ചുകൊണ്ട്, ആ ഒരു പാസ്റ്റ്, പുള്ളി എങ്ങനെ സ്പൈ ആയിട്ട് മാറി, പുള്ളിക്കുണ്ടായ ഒരു ട്രാജഡി, അത് കാണിച്ചുകൊണ്ട് നമ്മളെ സിനിമയിലേക്ക് അങ്ങ് കുത്തിക്കയറ്റി വിടുന്നൊരു പരിപാടിയുണ്ട്. നമ്മളങ്ങ് കയറിപ്പോകും സിനിമയിലേക്ക്, പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ അത് സംഭവിക്കുകയാണ്. അത് ചുമ്മാ തീയെന്ന് പറഞ്ഞാൽ പോരാ, അത് ഓർക്കാൻ നേരത്തെ എനിക്കിപ്പോഴേ ഒരു ഷോക്കാണ്. അമ്മാതിരി രീതിയിലാണ് അത് കാണിച്ചു വെച്ചേക്കുന്നത്. തീപ്പൊരി എന്നല്ല, രൺവീർ സിംഗിൻ്റെ പെർഫോമൻസ്, എൻ്റെ പൊന്നെ, ആ മനുഷ്യൻ ഈ സിനിമയിലെ. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം, ഡയറക്റ്റ് പെർഫോമൻസിലേക്ക് കയറാം. പെർഫോമൻസ് അടിസ്ഥാനത്തിൽ അങ്ങേരാണ് മൊത്തം ഡോമിനേറ്റ് ചെയ്തേക്കുന്നത്. വേറെ ആരും ഇതിനകത്തില്ല. ആളുകൾ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, അവിടെ ഇരുന്നോട്ടെ. പക്ഷേ രൺവീർ സിംഗിന് മേലെ ഒരു സീനിൽ പോലും ആരും ഡോമിനേറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ സിനിമയിൽ. പക്ഷേ ഫസ്റ്റ് പാർട്ടിൽ നമുക്കറിയാം ഉണ്ടായിരുന്ന ഒരു മുതലുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് പോകണം. അതാണ് ഈ ഒരു സിനിമയിലെ നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യം. അതിലേക്ക് പോവാം. ഇനി പെർഫോമൻസ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ രൺവീർ അല്ലാണ്ട് വേറെ ആരും, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് രൺവീർ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇതിനകത്ത് അങ്ങോട്ട് ടോപ്പായിട്ട്, ഇപ്പോൾ ISI ഏജൻ്റായിട്ടുള്ള മേജർ ഇക്ബാൽ,
ഫസ്റ്റിനകത്ത് കാണിക്കുന്ന പുള്ളിയാണ് ഇതിനകത്തെ മെയിൻ വില്ലൻ. പുള്ളി പോലും പോരടെ, നമ്മുടെ രൺവീറുമായിട്ട് അങ്ങ് നിൽക്കുമ്പോൾ പുള്ളി പോലും പോരാ എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിനകത്ത് കാണിച്ചേക്കുന്ന റിയൽ ലൈഫ് ഇൻസിഡൻസ്, ഈ റിയൽ ലൈഫ് ഇൻസിഡൻസ് പറയാൻ നേരത്ത് സ്പോയിലർ ആകും എന്ന് ഒരു ധാരണ എനിക്കില്ല. കാര്യം ഫസ്റ്റ് കണ്ട അവർക്ക് അറിയാം ഇനി സെക്കൻഡിൽ എന്തൊക്കെയാണ് കണ്ടിന്യൂഷനായിട്ട് വരാൻ പോകുന്നത്. ഫസ്റ്റിനകത്ത് ഭരണം മാറിയിട്ടില്ല, ഇതിനകത്ത് ഭരണം മാറുന്നുണ്ട്, സർക്കാർ അധികാരം മാറുന്നുണ്ട്, മോദി സർക്കാർ കയറുന്നുണ്ട്, BJP അധികാരത്തിലേക്ക് വരുന്നുണ്ട്, സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ തീവ്രവാദികളുടെ ഉള്ളിലുണ്ടാകുന്ന നെഞ്ചെടുപ്പ് അത് നമുക്ക് ഇവിടെ ഇരുന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഇതിനകത്ത് എടുത്തു വെച്ചേക്കുന്നത്. അതിനുശേഷം നോട്ട് നിരോധിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, അവന്മാരുടെ എല്ലാ പദ്ധതികളും പൊളിച്ച് കളയുന്ന ഒരു അടിയായിട്ട് നോട്ട് നിരോധനം കാണിച്ചേക്കുന്നു. അതിനുശേഷം പിന്നെ അങ്ങോട്ടേക്ക് വരാൻ നേരത്ത് ഉറിയിൽ നടക്കുന്ന പ്രശ്നവും പിന്നെ തിരിച്ചു കൊടുക്കുന്ന സർജിക്കൽ സ്ട്രൈക്കും ഇതൊക്കെ കാണാൻ നേരത്തുണ്ടല്ലോ നമുക്ക് എന്തോ അങ്ങോട്ടൊരു ആസൻ ഇന്ത്യൻ നമുക്ക് കുളിരി കോരുന്ന രീതിയിലാണ് എല്ലാം എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇടക്കിടക്ക് ഒരു ന്യൂസ് കേൾക്കാറുണ്ട്, അവിടെ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു, അജ്ഞാതം വന്ന് പാകിസ്ഥാനിലെ തീവ്രവാദിനെ വെടിവെച്ച് കൊന്നു, അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദിനെ വെടിവെച്ച് കൊന്നു. ഇത് ആ അജ്ഞാതൻ ആരാണ്, അല്ല ആ അജ്ഞാതർ ആരാണ്, ആ രീതിയിൽ ഇതിനകത്ത് കാണിച്ചേക്കുന്നൊരു സംഭവം അതൊക്കെ എൻ്റെ പൊന്നെ വൻ പരിപാടിയാണ്, വൻ പരിപാടി. പിന്നെ പാകിസ്ഥാൻകാർ ഇവിടെ കണ്ടിട്ട് ഈ സിനിമ കണ്ടിട്ട് കുറേ പേര് പറയാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്, പാകിസ്ഥാൻകാരെ കരിവേരി തേക്കുന്നു, പാകിസ്ഥാൻകാരെ അളിയന്മാരായിട്ട് കൊണ്ടു നടക്കുന്ന ചില ടീംസ് ഉണ്ട്, അവർ പറയാൻ സാധ്യതയുണ്ട്. അവരോട് ഒന്നേ പറയാനുള്ളൂ, പാകിസ്ഥാനെയൊക്കെ റിയൽ ആയിട്ടാണ് ഇതിനകത്തെടുത്ത് കാണിച്ചേക്കുന്നത്. ഇത് കാണുകയാണ് അവർ പറയും ഞങ്ങളുടെ പാകിസ്ഥാൻ ഇങ്ങനെ തന്നെയാണെന്ന്. അവർക്ക് ഒരു എതിരഭിപ്രായവും അതിനകത്ത് കാണത്തില്ല. കാര്യം അവിടെ നടക്കുന്ന വർഗീയ വംശീയ പ്രശ്നങ്ങൾ, അവിടെ ISI അവിടുത്തെ ഗവൺമെൻറ് എങ്ങനെയാണ് ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്, അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചേക്കുന്നത്. ഒരു രീതിയിലും ഒരു രാജ്യത്തെ നമ്മൾ കരിവാരി തേക്കുന്നില്ല. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവിടെയുള്ള ഒരു മനുഷ്യനോടല്ല നമ്മുടെ പോരാട്ടം, അവിടെയുള്ള തീവ്രവാദികളോടാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കണമെന്ന് ശ്രമിക്കുന്ന തീവ്രവാദികളും അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ അവിടെ ഇരുന്നുകൊണ്ട് നശിപ്പിക്കാൻ നോക്കുന്ന തീവ്രവാദികൾ, ഈ രണ്ട് ടീമിനെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചു പോകുന്നത്. അല്ലാണ്ട് ഓരോ പാകിസ്ഥാനിയും നമ്മളെ ശത്രുക്കളല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഈ സിനിമ ശ്രമിക്കുന്നുണ്ട്. അതൊരു വൻ പോയിൻ്റാണ്. അതിൽ ഒരു പ്രത്യേക ഹാറ്റ്സ് ഓഫ്, സല്യൂട്ട് ആദിത്യദാർ. കാര്യം എല്ലാ പാകിസ്ഥാൻകാരും നമ്മളെ ശത്രുക്കളല്ല, അവിടെ നല്ല മനുഷ്യരുണ്ട്, ഉണ്ടായിക്കോട്ടെ, ഉണ്ടാകണം, ഇവിടെ ഉണ്ടാകണം, എല്ലായിടത്തും ഉണ്ടാകണം. ഇനി നെഗറ്റീവ്സിലേക്ക് വരാൻ നേരത്ത് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ഈ സിനിമയുടെ സോങ്സിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് വളരെ രീതിയിൽ എക്സൈറ്റഡ് ആയിട്ടുണ്ട് പല സീൻസിലും. പ്രത്യേകിച്ച് നമ്മുടെ റഹ്മാൻ ദക്കേത്, അതായത് അക്ഷയ് ഖന്നയുടെ ആ ഒരു എൻട്രി ഉണ്ടല്ലോ, ആ ബോലോജ് സോങ് ഇട്ട് വരുന്ന ആ എൻട്രി, അത് ഇന്ത്യ മുഴുവൻ ട്രെൻഡിങ് ആയിരുന്നു. കുറച്ച് റെട്രോ സോങ്സ് അതിനകത്ത് യൂസ് ചെയ്തു, ആ സോങ്സ് എല്ലാം തീയായിരുന്നു. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോൾ ഒരുപാട് റെട്രോ സോങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് BGMs ഉണ്ട്, ഒരുപാട് തീപ്പൊരി സംഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങോട്ടൊരു കണക്ഷൻ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കണക്ഷൻ ഫീൽ ചെയ്യുന്ന സീൻസ് ഉണ്ട് കേട്ടോ, അതൊക്കെ വൻ തീയാണ്. പക്ഷെ മെജോറിറ്റി സീൻസിലും ആ ഒരു സോങ്സ്, ആ ഒരു പ്ലേസ്മെൻറ്റ് അത് കറക്റ്റായിട്ട് അങ്ങ് മാച്ച് ആകുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കണക്റ്റ് ആകും. റിവ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഏകപക്ഷീയമാണ്. എൻ്റെ അഭിപ്രായമാണ്, നിൻ്റെ അഭിപ്രായം ചിലപ്പോൾ മാറാം. സോ അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് അങ്ങ് എടുക്കണമെന്നില്ല. ഇനി അക്ഷയ് ഖന്ന ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറിൻ്റെ മിസ്സിങ് ഇതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട്. അക്ഷയ് ഖന്നനെ റിപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ രൺവീർ സിംഗിനെ വെച്ച് കുറച്ച് പരിപാടി ഇവർ ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് വർക്കൗട്ടായില്ല. രൺവീർ സിംഗ് പെർഫോമറൊക്കെയാണ് ഇതിനകത്ത്. പക്ഷേ അക്ഷയ് ഖന്നനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്ന സീൻസ്, പ്രത്യേകിച്ച് ഫസ്റ്റിൽ ആ ട്രെൻഡിങ് ആയ സാധനം ഉണ്ടല്ലോ, ആ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടുവരുന്ന സംഭവം, അത് ഇതിനകത്ത് തിരിച്ച് കാണിക്കാൻ നോക്കുന്നുണ്ട്. അതൊന്നും പോരാ, വർക്കൗട്ട് ആവില്ല. കാര്യം അത് ചെയ്തു വെച്ചേക്കുന്ന മുതലിൻ്റെ പേര് അക്ഷയ് ഖന്ന എന്നായതുകൊണ്ട് അത് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കോ രൺവീർ സിംഗിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളി മാക്സിമം ഇട്ടിട്ടുണ്ട്. അത് അക്ഷയ് ഖന്നയായിട്ട് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ, സോങ്സിൻ്റെ ഈ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു നെഗറ്റീവ്, ഒരു ലാഗ് അത് ഫീൽ ചെയ്യും. അതല്ലാണ്ട് ഈ സിനിമയിൽ വേറെ നെഗറ്റീവൊന്നുമില്ല, ഒരു നെഗറ്റീവും ഇല്ല. ഓരോ ഇന്ത്യനും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് തന്നെ ഞാൻ പറയും. ഇതിനകത്ത് പ്രൊപ്പഗണ്ട ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊപ്പഗണ്ട ഉണ്ട്. ആ പ്രൊപ്പഗണ്ട എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് പ്രൊപ്പഗണ്ടയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത് കളഞ്ഞേക്ക്. പക്ഷേ ആസ് എ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് 100% ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഗ്യാരണ്ടിയാണ്. 4 മണിക്കൂർ ആ എൻ്റർടൈൻമെൻറ്റ് ഒരു സെക്കൻഡ് പോലും കുറയാതെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഈ പടം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട്
ഒരു ഹിന്ദി പടം, ഒരു ബോളിവുഡ് പടം ഫസ്റ്റ് ഡേ 200 കോടിക്ക് മുകളിൽ ഗ്രോസ് എടുക്കാൻ പോകുന്നത് ഈ സിനിമയായിരിക്കും. 2000 കോടിയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. അതിലേക്ക് എത്തിച്ചേരുമോ അറിയില്ല. എൻ്റെ അഭിപ്രായം വെച്ച് അതിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നടക്കട്ടെ. സോ പടം കണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ 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 ബൈ. പിന്നെ ഫസ്റ്റിനകത്ത് കൂടുതലായിട്ടില്ലാത്തൊരു സംഭവം ഇതിനകത്തുണ്ട്. കോമഡി അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറച്ചേ ഉള്ളെങ്കിലും അതെല്ലാം തീയായിരുന്നു.